പ്രശാന്തേട്ട, റീമ കല്ലിങ്കൽ, ആഷിഖ് അബു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ WCCയുടെ പ്രധാനപ്പെട്ട നേതാവാണ് റീമ കല്ലിങ്കൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനെ അനുകൂലിച്ചുകൊണ്ട് എല്ലാവരും അനുകൂലിച്ചാണല്ലോ, സ്വാഭാവികമായിട്ടും അത് അനുകൂലിച്ച് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഈ റീമ കല്ലിങ്കലിനും ആഷിഖ് അബുവിനും എതിരെ ചില ആരോപണങ്ങളുണ്ട്. അത് ഇപ്പോഴെന്നല്ല, നേരത്തെ തന്നെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ആരോപണങ്ങളാണ്. അതിപ്പോൾ ചില ആളുകൾ കൃത്യമായി വന്ന് പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. പക്ഷേ ഈ പറഞ്ഞ ആളുകൾക്കെതിരെയൊക്കെ മാനനഷ്ട കേസ് കൊടുക്കാൻ പോവുകയാണ് റീമ കല്ലിങ്കൽ എന്ന് കേൾക്കുന്നു. അതിലിപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ആഷിഖ് അബു, റീമ കല്ലിങ്കൽ തിരുത്തൽ ശക്തികളായിട്ട് സമൂഹത്തിൽ നിന്ന് രണ്ടാൾക്കാരാണ്. WCCA എന്ന് പറഞ്ഞാൽ സിനിമയെ തിരുത്തുന്നതിന് വേണ്ടി സ്ത്രീകളുടെ സുരക്ഷയ്ക്ക്, സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക്, അവരുടെ പീഡനത്തിന് ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി ഒക്കെ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. നല്ല കാര്യമില്ല. സ്ത്രീകളുടെ സുരക്ഷ, അവരുടെ കാര്യങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് റീമ കല്ലിങ്കലാണ്. ഇവരാണ് നയിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ സ്ത്രീകളുടെ സംഘടനയാണെങ്കിലും ആ സംഘടനയ്ക്ക് വേണ്ട പിന്തുണയെല്ലാം കൊടുത്തുകൊണ്ട് ആഷിഖ് അബു എന്ന് പറയുന്ന മഹാസംവിധായകനുണ്ടായിരുന്നു. അപ്പം എപ്പോഴും ഇവർ റിബലായിട്ടാണ് കാണുന്നത്. മനസ്സിലാവുന്നത് സിനിമാ വ്യവസായത്തിൽ ഈ ഇതിനകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നതിനെ പറ്റി നമുക്കറിയത്തില്ല. റീമ കല്ലിങ്കലിനും ആഷിഖ് അബുവിനും ഒക്കെ നമ്മളെക്കാട്ടി കൂടുതൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഇപ്പൊ എപ്പോഴും ഇവർ റിബല, എല്ലാം പ്രശ്നങ്ങളാണ്. വേതനത്തിന്റെ കാര്യത്തിൽ പ്രശ്നം, നടികളെ പരിഗണിക്കുന്ന കാര്യത്തിൽ വിഷയം, എല്ലാ വിഷയത്തിലും. വേതനത്തിന്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസം. ഒരു സിനിമയിൽ വരുന്നു മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ, ഈ മാർക്കറ്റ്, സിനിമ എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ്സിൽ കാശിറക്കുന്ന ആളിന് ലാഭം കിട്ടണം, അല്ലേ? ഇപ്പോൾ പ്രശാന്തേട്ടൻ ഒരു സിനിമ എടുക്കുന്നു, പ്രശാന്തേട്ടൻ വെറുതെ കൊണ്ട് കാശ് കളയും. പ്രശാന്തേട്ടൻ അതിനകത്ത് ആ ബിസിനസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇറക്കുന്ന കാശ് തിരിച്ച് കിട്ടണം, അല്ലെങ്കിൽ അതിനിരട്ടിയായിട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ചപ്പോൾ കാസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ അതാണ് നോക്കുന്നത്. ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, അല്ലെങ്കിൽ സുരേഷ് ഗോപി, ജയറാം, ഇങ്ങനെ പറയുന്ന പൃഥ്വിരാജ് എന്ന് പറയുന്ന, അപ്പോൾ അവിടെ ഒരു നായിക വരുന്നു, ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ആ നായികയ്ക്ക് കൊടുക്കുന്ന വേതനം ആ പടത്തിലെ നായകൻ, ഒരു സൂപ്പർ താര പദവിയിലിരിക്കുന്ന നായകനാണ്, അയാളുടെ മാർക്കറ്റ് കണ്ടിട്ടാണല്ലോ അയാളെ നമ്മൾ എടുക്കുന്നത്. ആ നായകനൊപ്പം നിൽക്കുന്ന വേതനം ഇയാൾക്കും ഈ നായികയ്ക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കും? എൻ്റെ പൊന്ന് ജോണ്, ഇത് ജോണിനല്ല, ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള ഒരു 10ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. ഇത് സിനിമയിൽ നിന്നല്ല, എവിടെയും വേതന വ്യത്യാസം ഉണ്ട്, അങ്ങനെ ചെയ്യാനും പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ സ്റ്റുഡിയോയിൽ ചീഫ് എഡിറ്റർക്ക് കിട്ടുന്ന ശമ്പളം ഇവിടുത്തെ ട്രെയിനിക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു കളക്ടർക്ക് കൊടുക്കുന്ന ശമ്പളം പ്യൂണിന് കൊടുക്കാൻ പറ്റുമോ? മോഹൻലാലിനെ വെച്ചൊരു സിനിമ 50 പേയ്മെന്റ് കൊടുത്തിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വെച്ച് സിനിമ എടുത്താലേ സിനിമ വിജയിക്കത്തുള്ളൂ. അതിന് വരെ മണിയമ്പിള്ള രാജുവിനെ വെച്ച് എടുത്താൽ വിജയിക്കുമോ? മണിയമ്പിള്ള രാജുവിനും, അല്ലെങ്കിൽ 2 ഉദാഹരണം പറയാം, മോഹൻലാലിനും ഒരേ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ അറിയാമെന്നെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാര്യം പറയുന്ന ആൾക്കാരായി പറയുന്നത്. നമ്മള് പൂരത്തിന് ആന എഴുന്നള്ളിച്ച് അവിടെ നിർത്തും. എന്തിനാ? നെറ്റിപ്പട്ടമൊക്കെ കെട്ടി എല്ലാ സംവിധാനത്തോടും കൂടി നല്ല അഴകായിട്ട് ആന അവിടെ കാളാമുണ്ടം തിരക്കും. അതിന്റെ ജോലിയാണ്. എന്ന് വെച്ചാൽ ആനയ്ക്ക് ഈ പൂരം നന്നാവണമെന്നില്ലെന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് അഭിപ്രായം പറയുന്നവർക്ക് ഇത് നന്നാക്കാൻ വേണ്ടി അഭിപ്രായം പറയുകയല്ല, ഒരു സാധനം കൃത്യമായിട്ട് പോകുന്നുണ്ടോ പോകുന്നില്ല എന്നുള്ളത്. അഥവാ കൃത്യമായിട്ട് പോയാൽ തന്നെയും അവർക്ക് അതിനകത്ത് കൃത്യമായ പ്രാതിനിധ്യം ഇല്ലെങ്കിൽ, അവരുടെ അജണ്ടകൾ പാസ്സാവുന്നില്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തി മോശമാക്കി പോകുന്ന ഒരു അവസ്ഥയെ പറയുന്നുള്ളൂ. എന്താണ് WCCI ഇപ്പം ആരോപണം ശരിയാണോ, ഇപ്പം ശരിയല്ലയോ എന്നുള്ളതല്ല. WCCI എന്ന് പറയുന്ന എല്ലാ കാര്യത്തിനും അഭിപ്രായം പറയുന്ന, സ്ത്രീകളുടെ ഉൾപ്പെടെയുള്ള കാര്യത്തിന് അഭിപ്രായം പറയുന്ന ഇവര് റീമ കല്ലിങ്കലിന്റെയും ആഷിഖ് അബുവിന്റെയും പേരിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നപ്പോൾ അവരാരും അഭിപ്രായം പറയാൻ എന്താ? അവരാരും അഭിപ്രായം പറയാൻ എന്താ? ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ സെക്സ്. അതിനെക്കാട്ടി ഗുരുതരമായിട്ടുള്ള ആരോപണമാണല്ലോ മയക്കുമരുന്ന് പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ അത് പക്ഷേ ആരും ചർച്ച ചെയ്യുന്നില്ല. ലൊക്കേഷനുകളിൽ ഇതിനകത്ത് 3 പേര്, അതിനകത്ത് ഒന്ന് ഹേമ ജഡ്ജി, ഹേമ, 2 ശാരദ നടി, 3 വത്സലകുമാരി നല്ല കളക്ടറാണ്, വളരെ പേരെടുത്ത, അല്ലെങ്കിൽ ഇരുന്നിടത്തെല്ലാം അവരെ പറ്റി നല്ല അഭിപ്രായമുള്ള കളക്ടർ. ഇവര് 3 പേരും അവരുടെ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. അത് ഈ 3 പേരുടെയും കൂടെ റിപ്പോർട്ടോട് കൂടിയതാണ്
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് 3 പേരും പറഞ്ഞിരിക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൽ വരുന്ന 90-95% ആർട്ടിസ്റ്റുകളും അതിന്റെ എല്ലാ ജോലിക്കാർ ഉൾപ്പെടെയുള്ളവർ മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ആര് ചർച്ച ചെയ്തു ജോണേ? ഇത് ആര് ചർച്ച ചെയ്തു? രാസലഹരി മദ്യം രാസലഹരി എന്ന് പറയുന്നത് എവിടുന്നാ വരുന്നത്? രാസലഹരി വരുന്നതിന്റെ സോഴ്സ് എവിടാ? ഈ രാസലഹരി എന്ന് പറയുന്ന സാധനത്തിന്റെ സോഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആരാ ഭരിക്കുന്നത്? അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ്. ആ സാധനം അവരുടെ രാജ്യത്തിന്റെ നടത്തിപ്പിന് ഏറ്റവും കൂടുതൽ ഫണ്ട് കണ്ടെത്തുന്ന മയക്കുമരുന്നിൽ കൂടിയാണെന്ന് ലോകത്തിന് മൊത്തം അറിയാം. ഇത് കോടാനുകോടി, അതായത് 38,000-40,000 കോടിയാ അവിടെ ഒരു വർഷം ഉത്പാദിപ്പിക്കുന്നത്. ഇത് ലക്ഷം കോടിയുടെ ഇന്ത്യ വരുന്നുണ്ട്. പലവട്ടം നമ്മൾ പിടിച്ചപ്പോൾ മനസ്സിലായി. ഗുജറാത്തിൽ ലക്ഷം കോടികളെ പിടിച്ചു, വേറെ എവിടെ കോടി 1 ലക്ഷം കോടി 2 ലക്ഷം കോടി. അപ്പം പിടിച്ചത് കൂടാതെ ഇവിടെ വരുന്നത് എവിടുന്നാന്ന് മനസ്സിലാവുന്നു. ഈ വരുന്ന സാധനം ഇവിടെ നമ്മൾ കാണുന്ന മയക്കുമരുന്ന് അല്ലെ രാസലഹരി പിടിക്കുന്നത് ഒരാളെ പിടിച്ചു, എത്ര 1.5 ഗ്രാം MDMA. ഈ ബാക്കി വരുന്ന ടൺ കണക്കിന് സാധനം എവിടെ പോകുന്നു? ഇത് ഏത് രീതിയിൽ എവിടെ കൂടെ മാർക്കറ്റ് ചെയ്യുന്നു? ഏറ്റവും വലിയ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ പറയുന്നത് കേൾക്കുമ്പോൾ ഏറ്റവും വലിയൊരു സംവിധാനം ഇതാ, DJ പാർട്ടികൾ. ഇവരെ പറ്റിയുള്ള ആരോപണം പറഞ്ഞാൽ DJ പാർട്ടികൾ സംഘടിപ്പിക്കുന്നു. ഇവരുടെ സെറ്റുകളിൽ കണ്ടമാന അനാവശ്യമായിട്ടുള്ള കുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളും ഒക്കെ പങ്കെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞിട്ടുള്ളവരെല്ലാം ഇങ്ങനെ വെളിപ്പെട്ട് വരുമ്പോൾ പറയുന്നു. അതിന്റെ കാര്യം എന്തോ? ഇവരുടെ സെറ്റിൽ എന്തിന് ആളുകൾ ഇവരെന്തിന് നിരന്തരമായിട്ട് ഇവരുടെ വീട്ടിലും അല്ലെങ്കിൽ ബാംഗ്ലൂരിലും മറ്റു സ്ഥലങ്ങളിലും പാർട്ടികൾ സംഘടിപ്പിക്കുന്നു? ഇത്തരം പാർട്ടികൾ സംഘടിപ്പിക്കുന്നതിനകത്തല്ല പോലീസ് ചുറ്റും നോക്കി പല മയക്കുമരുന്ന് കേസ് ആൾക്കാരെ പിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം ആരോപണം അവരുടെ പേരിൽ വരുന്ന ആരോപണം ശരിയല്ലെന്നുണ്ടെങ്കിൽ അതിന് മാനനഷ്ട കേസ് കൊടുത്ത് അത് തെളിയിച്ചോട്ട് വരേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ആരോപണം വന്നതിന് ശേഷം ഇത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുക. ചെറിയ റോഡേ പോകുന്ന ഒരു സ്ത്രീ വരെ എന്നെ മാനഭംഗപ്പെടുത്തി എന്ന് പറയുമ്പോൾ വൈകിട്ട് ചാനൽ റൂമിൽ കയറ്റി ചർച്ച ചെയ്യുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളും എഴുത്ത് മാധ്യമങ്ങളും ഒന്നും ഇവരുടെ വിഷയം ചർച്ച ചെയ്യാത്തത് എന്താ? ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നും ഇത് വാർത്തയായിട്ടില്ല. ഓൺലൈൻ മാധ്യമങ്ങളിലാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് വാർത്തയെല്ലാം മുക്കി ഇന്നും വന്നിട്ടില്ല. എന്താണ് ചർച്ച ചെയ്യാത്തത്? ചോദിക്കണ്ടേ? സമൂഹത്തോട് ചോദിക്കണ്ടേ? പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? മയക്കുമരുന്നിനെ പറ്റി സമൂഹത്തിനോട് ആവർത്തിച്ച് പറഞ്ഞു കൊടുത്ത മാധ്യമങ്ങളല്ലേ? കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 62% വരുന്നത് ചെറുപ്പക്കാരാണെന്നാ പറയുന്നത്. ആ ചെറുപ്പക്കാരെ മയക്കുമരുന്നിന് അടിമയാക്കിയാൽ ആ രാജ്യം അങ്ങോട്ട് പോകും. അങ്ങനെ മയക്കുമരുന്നിന് അടിയമ്മയാക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന സോഴ്സ് ആണല്ലോ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പും അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളും. ഒരു രാജ്യത്തിന് സ്വബോധമില്ലാത്ത ചെറുപ്പക്കാരെ സമ്മാനിച്ചാൽ മാത്രം മതി ആ രാജ്യം ഇല്ലാതാകുന്നതിന് വേണ്ടി. അപ്പൊ ആ ഗ്രൂപ്പിന്റെ കൂടെ നിന്ന് അതിന് വളം വെക്കുന്ന ആരായാലും, ആഷിഖ് അബു ഉണ്ടോ നമുക്കറിയത്തില്ല, റീമ കല്ലിങ്കൽ ഉണ്ടോ നമുക്കറിയത്തില്ല. പക്ഷെ ഇപ്പൊ അവരുടെ പേരിൽ ആ ആരോപണമാണ്. മാത്രമല്ല, ഈ ആഷിഖ് അബുവിന്റെ ചില സിനിമകൾ കണ്ടാൽ ഇതിനെയൊക്കെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന, ഇതൊക്കെ ശരിയാണെന്ന രീതിയിലുള്ള ചില സിനിമകൾ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില ചെയ്തികൾ ഇതെല്ലാം ഇതിന് സംശയം ഉളവാക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ വളരെ ലഘൂകരിച്ച് വിടുന്ന ഒരു അവസ്ഥ ആഷിഖ് അബുവിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇങ്ങനെ ചില നടന്മാർ നമ്മുടെ സിനിമാ ഫീൽഡിലുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. പല പ്രൊഡ്യൂസർമാരും പേരെടുത്ത് ചില നടന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ആൾക്കാര് മയക്കുമരുന്നിന് അടിമയാണ്, സെറ്റുകളിൽ ഗവൺമെന്റ് സംവിധാനം ഉപയോഗിച്ച്, പോലീസ് സംവിധാനം ഉപയോഗിച്ച് ഓരോ സിനിമാ സെറ്റുകളും നിങ്ങൾ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടല്ലോ പരാതി കൊടുത്തത്. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ സിനിമകൾ തീർക്കാൻ പറ്റുന്നില്ല. സ്വബോധത്തെ അല്ല ചില നടന്മാർ ഇതിനു വേണ്ടി വരുന്നത്. ഇത്തരത്തിൽ സിനിമ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് ആഷിഖ് അബു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ റീമ കല്ലിങ്കൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബാക്കിയുള്ളവർ പറഞ്ഞില്ലയോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ കഴിഞ്ഞ ദിവസം മോഹൻലാൽ അവ്യക്തമായിട്ടെങ്കിലും പറഞ്ഞു, നിങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്നതിനകത്ത് നന്ദിയുണ്ട്, പക്ഷേ ഈ വിഷയം പോലെ അതിനകത്തെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുക്കണമായിരുന്നു. ആ എല്ലാ വിഷയം എന്ന് പറയുന്നതിനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് തന്നെയാണ്, മയക്കുമരുന്നിന്റെ കാര്യമാണ്. ഏതെങ്കിലും മാധ്യമങ്ങൾ ഏറ്റെടുത്തോ? അപ്പം അവർക്കെല്ലാം വൈകിട്ട് അവിടെ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി ഈ മാധ്യമങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നതൊക്കെ ഇവിടുത്തെ ഈ ലഹരി മാഫിയ, അല്ലെങ്കിൽ ലഹരി മാഫിയ നിസ്സാരമല്ല ജോണ്, കോടാനുകോടി രൂപയുടെ ടേൺ ഓവർ ഉള്ളതാണ്. അവർക്ക് പലതിനെയും നിയന്ത്രിക്കാൻ പറ്റും, രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പറ്റും, സമൂഹത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കാൻ പറ്റും, അവർക്കെതിരെ വരുന്ന ശബ്ദങ്ങളെ അവരുടെ പൈസ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റും. പല ചാനലുകളും ഇപ്പൊ നടത്തുന്ന ആരാ നമുക്കറിയാമല്ലോ. പല ചാനലുകളുടെ മുതലാളിമാര് പല കൊള്ള സംഘങ്ങളുടെ ആൾക്കാരാണ്.
ഇപ്പൊ ഏറ്റവും റേറ്റിങ്ങിനകത്തൊക്കെ ഏറ്റവും മേളിലൊക്കെ ആയിട്ട് നിൽക്കുന്ന ചില ചാനലുകളിലൊക്കെ ഉടമകളും പല ചാനലുകളുടെ ഉടമകളും ഇതിന്റെ പുറകിലെ ഫണ്ടുകളും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുപോലെ അതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ മിണ്ടാത്തത്. അല്ലെങ്കിൽ എന്താ മിണ്ടുന്നതിന് കുഴപ്പം? എന്തും വാർത്തയാക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് കൊള്ളാത്തൊക്കെ വാർത്തയാക്കേണ്ട മാധ്യമങ്ങൾ എന്തുകൊണ്ട് വാർത്തയാക്കുന്നില്ല? അപ്പൊ റീമ കല്ലിങ്കലിലും ആഷിഖ് കപൂറിനോടും നമുക്ക് പറയാനുള്ളത്, ഒരു സിനിമയ്ക്കകത്ത് തിരുത്താൻ വരുന്നതിനകത്ത് നമുക്ക് താല്പര്യമാണ്, തിരുത്തൽ എപ്പോഴും നല്ലതാണ്, സ്ത്രീകളുടെ കാര്യം സംസാരിക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ വരുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഒരു മേഖലയിൽ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ അറിയാതെ സഹകരിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ മതിയാക്കി രാജ്യത്തിനും ലോകത്തിനും പാകമാകുന്ന രീതിയിൽ ഈ ആഷിഖ് കപൂർ സിനിമ എടുക്കുമ്പോൾ അതും സമൂഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന സിനിമ എടുക്കുക. അതുപോലെ റീമ കല്ലിങ്കൽ അഭിനയിക്കുമ്പോൾ സമൂഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. കലയെ ഉറ്റുനോക്കിയാണ് ചെറുപ്പക്കാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഒരു സിനിമ കണ്ടില്ലേ? അതിനകത്ത് എന്തോ എടാ മോനെ, കൊച്ചു പിള്ളേർ പറഞ്ഞു നടക്കുക, എടാ മോനെ, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ അനുകരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഇവരൊക്കെ വലിയ കക്ഷികളാന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതുപോലെ ജീവിതം കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്ന സമൂഹമുണ്ട്. അപ്പം ആഷിഖ് കപൂറോ റീമ കല്ലിങ്കലോ ഒരു ബീഡി വലിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുന്നതോ ഈ പറയുന്ന ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതായിട്ട് തോന്നിയാൽ അത് ഏറ്റവും വലിയ സംവിധാനവും അല്ലെങ്കിൽ നല്ലതാണെന്ന് കണ്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വരും. അങ്ങനെ ഇല്ലെന്ന് റീമ കല്ലിങ്കൽ പറയുന്നതിനകത്ത് സന്തോഷമുണ്ട്. അവരെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാനനഷ്ടത്തിന് കൊടുക്കണം. അങ്ങനെങ്കിലും മാനം ഉണ്ടായി വരട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.